ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ 15 ഡേയ്സ് ഡെയിലി ടാസ്ക് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ 4ാമത്തെ ദിവസത്തേക്കുള്ള ടാസ്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. എല്ലാവരും നല്ല രീതിയിൽ സിൻസിയർ ആയിട്ട് തന്നെ ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ടാർഗറ്റ് ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടുന്ന ഓരോ കമന്റ്സും എനിക്കും ഒരുപാട് മോട്ടിവേഷൻ ആണ്. നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നതിൽ തന്നെ വലിയൊരു സന്തോഷമാണ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നാളത്തെ ടാസ്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പലപ്പോഴും എന്റെ കമന്റ് സെക്ഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, എന്റെ സ്കിൻ കെയർ റുട്ടീൻ എന്താണ്, അല്ലെങ്കിൽ സ്കിന്നിന്റെ ഗ്ലോ പോവാതെ ഇരിക്കാനായിട്ട് നമ്മൾ കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും ഉള്ള ഒരു ഇഷ്യൂ ആയിരിക്കും സ്കിന്നിന്റെ ആ ഒരു ഗ്ലോ കുറയുന്നതും സ്കിന്നിന്റെ ഹെൽത്ത് നഷ്ടപ്പെടുന്നതും ഒക്കെ. അപ്പോൾ അത് ഇല്ലാതെ ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്ത് അതേപടി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ കമന്റ് സെക്ഷനിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസും ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ടോപ്പിക്കാണ്. ഇത് ഈ ഒരു വീഡിയോയിൽ ചുരുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്താ പറയാ, ശരിക്കും പല രീതിയിൽ ഇത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ശരിക്കും നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇന്റേണലി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. പലർക്കും ഈ ഒരു സ്കിൻ ഹെൽത്ത് പോകുമ്പോൾ അല്ലേ നമ്മുടെ ഹെയർ കൊഴിയാൻ തുടങ്ങുമ്പോൾ ഒക്കെ ഒരു ഡയറ്റ് ചെയ്യാൻ ഭയങ്കര മടി കാണിക്കാറുണ്ട്, ഡിമോട്ടിവേഷൻ ആവാറുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യം അത് നമ്മുടെ എന്താ പറയാ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സൈഡ് എഫക്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും ഡിമോട്ടിവേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ നമ്മുടെ റുട്ടീനകത്ത് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു കലോറി ഡെഫിസിറ്റ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് അതേപടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ഈവൻ കുറച്ചും കൂടി നമ്മുടെ സ്കിൻ ഹെൽത്ത് ബെറ്റർ ആക്കി മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില ന്യൂട്രിയൻസ് നമ്മൾ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ സൈഡ് എഫക്റ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ചെറിയ രീതിയിൽ മുടി കൊഴിച്ചിൽ, അതായത് തുടക്കം ഉള്ള ആ ഒരു സമയത്ത്, അതായത് 2 വീക്സ് 3 വീക്സ് ഒക്കെ കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ മുഖം ഒന്ന് നമ്മുടെ സ്കിൻ ഒന്ന് ഡള്ളാവുക, അങ്ങനെയുള്ള കുറച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. കാരണം നമുക്ക് ബോഡിക്ക് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാതെയുള്ള ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഡയറ്റിൽ, അതായത് ആ കലോറി ഡെഫിസിറ്റ് ഡയറ്റിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ, കുറച്ച് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമുക്ക് പഴയപടി അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഈവൺ ഇഫ് യു ആർ ഇൻ യുവർ കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, അതൊരു ബാലൻസ്ഡ് ആക്കി നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കിന്നിന്റെ ഇഷ്യൂസിന് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ്റെ ഇൻടേക്ക് ആണ്. കാരണം ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് നമ്മുടെ മസിൽ റിക്കവറിക്കും, നമ്മുടെ ബോഡി ടോൺ ചെയ്യാനും, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ കൊളാജന്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഈ ഒരു പ്രോട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിയുന്നത് നിങ്ങളുടെ എല്ലാ മീലിനകത്തും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആഡ് ചെയ്യാം. അതായത് ചെറുപയർ, കടല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ, പരിപ്പ് വർഗ്ഗങ്ങളിൽ പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കൻ, ഫിഷ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി പ്രോട്ടീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുഡ് ഫാറ്റ് ആണ്. ഗുഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നട്ട്സ്, അതായത് വാൾനട്ട്, അല്ലെങ്കിൽ കാഷ്യൂ നട്ട്, ബദാം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സീഡ്സ് ഒരു ഗുഡ് ഫാറ്റ് സോഴ്സ് ആണ്. അപ്പൊ സീഡ്സും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഗുഡ് ഫാറ്റ് നിങ്ങളുടെ ഡയറ്റിൽ, അതായത് omega-3 ഫാറ്റി ആസിഡ്, ഈ ചെറിയ ചെറിയ മീനുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് omega-3 ഫാറ്റി ആസിഡ്സ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടും സ്കിന്നിന്റെ ഗ്ലോ കൂട്ടാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെയാണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസ് മിനറൽസ് നമുക്ക് എന്ത് കഴിച്ചാലാണ് കിട്ടുക നിങ്ങൾക്ക് അറിയാം. പച്ചക്കറികളും പഴങ്ങളും നല്ല പോലെ, അതും നല്ല ക്ലീൻ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പച്ചക്കറികളും പഴങ്ങളും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും സ്കിന്നിന്റെ ഗ്ലോവിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഇനി നെക്സ്റ്റ് പ്രോപ്പർ ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ പാർട്ട് നമ്മൾ വീക്ക് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റി എന്തായാലും നഷ്ടപ്പെടും. അത് ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന കാര്യമാണ്. നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വാട്ടർ ഇൻടേക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എക്സ്റ്റേണലി എന്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇന്റേണലി ഹൈഡ്രേഷൻ ലെവൽ പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ എന്തായാലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ മിനിമം 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം നമ്മൾ കുടിച്ചിരിക്കണം. ഈ ഒരു ഹൈഡ്രേഷൻ പാർട്ട് പോലെ തന്നെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു പാർട്ടാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ സ്കിൻ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ലീപ്പും നമ്മുടെ സ്കിൻ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബെറ്റർ സ്കിൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി സ്കിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ റിസൾട്ട് ആയിട്ട് അത് നമ്മുടെ സ്കിന്നിൽ, നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെയല്ലേ പറയും. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് നമ്മുടെ മുഖത്ത് കാണണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അതിന്റെ എന്താ പറയുക ഫൗണ്ടേഷൻ സ്റ്റെപ്സ് ആണ് ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു സ്കിൻ അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. എക്സസൈസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടോ വെയിറ്റ് ലോസിന് വേണ്ടിയോ മാത്രമല്ല, നമ്മുടെ സ്കിന്നിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ടും എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയാണ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്ടിലോട്ടും എന്താ പറയുക ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുകയാണ്. അപ്പം ന്യൂട്രിയൻസ് ആ ഒരു പാർട്ടിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടും ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നതാണ് അവസാനം നമുക്കൊരു ബെറ്റർ സ്കിൻ ഹെൽത്ത് എന്ന് പറയുന്ന രീതിയിൽ എത്തുന്നത്. ഇതൊക്കെ നമുക്ക് ഇന്റേണലി നമ്മളെ എന്താ പറയുക നമ്മുടെ സ്കിൻ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സ്റ്റേണലി ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീനും കൂടെ ഫോളോ ചെയ്യണം. അതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. ആക്ച്വലി ഞാനെന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ റുട്ടീൻ പ്രോപ്പർ ആയിട്ട് ഒരു 100% പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഈ ഒരു ഇന്റേണൽ തിങ്സ് ഞാൻ കഴിയുന്നതും പ്രോപ്പർ ആക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഒരു 90% പ്രോപ്പർ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു എക്സ്റ്റേണൽ എന്ന് പറയുന്ന സംഭവം കുറച്ച് എനിക്ക് ഇടയ്ക്ക് ലാക്ക് ആവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബിഫിറ്റ് സ്ക്വാഡില് നമ്മുടെ ട്രെയിനർ പൂജ, അവളൊരു എന്താ പറയുക ഫേസ് വർക്ക് എക്സ്പേർട്ടും കൂടിയാണ്. അപ്പൊ ഇടയ്ക്ക് അവളെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനുസരിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ അവർ എന്താ പറയുക സെല് ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബ്രാൻഡാണ്. അപ്പൊ ആ ചേച്ചിയായിട്ടും എനിക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ചേച്ചിയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും കൺസൾട്ട് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് എന്റെ സ്കിൻ കെയർ റുട്ടീനിൽ മാറ്റങ്ങൾ വരുത്താറും ചില സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ എന്റെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും. പക്ഷെ അപ്പോഴും ഞാനത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് 100% പറയാൻ പറ്റില്ല. ഒരു 80% പ്രോപ്പർ ആയിട്ടൊക്കെ ഞാൻ ഒരു എക്സ്റ്റേണൽ സ്കിൻ കെയർ റുട്ടീനെ നോക്കാറുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, എന്റെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു ഇന്റേണൽ പാർട്ട്, അതായത് നമ്മൾ എക്സ്റ്റേണൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഒരുപാട് പൈസ അതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറെ എക്സ്റ്റേണൽ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു ഇന്റേണൽ പാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റെപ്സ് പ്രോപ്പർ ആണെങ്കിൽ തന്നെ നമുക്കൊരു ഹെൽത്തി സ്കിൻ കിട്ടും. ഈവൻ നിങ്ങൾ ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റിലാണെങ്കിൽ പോലും അതിന്റെ കൂടെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീനും കൂടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ റുട്ടീൻ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് സെക്ഷനിൽ റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡേ 4 ടാസ്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതും നമ്മുടെ സ്കിൻ കെയറുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് പ്രോട്ടീൻ, അതേപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ്, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ടും ബെറ്റർ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടും. അപ്പൊ നാളത്തെ ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം, എന്തെങ്കിലും ഒരു 2 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. അത് ഏത് ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ, അല്ലെങ്കിൽ ലഞ്ചിന്റെ കൂടെ, അല്ലെങ്കിൽ ഡിന്നറിന്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ മിഡ് മോർണിംഗ് സ്നാക്ക് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും 2 ഫ്രൂട്ട്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇപ്പൊ രാവിലെ നിങ്ങൾ ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് ഒരു ആപ്പിൾ എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് ഒരു ഓറഞ്ച് എടുക്കാം. അങ്ങനെ 2 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും 2 വെറൈറ്റീസ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 4 സെർവിങ്സ് അല്ലെങ്കിൽ 5 സെർവിങ്സ് ഫ്രൂട്ട് എടുക്കണം എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ അത്രയൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ജസ്റ്റ് 2 സെർവിങ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഫ്രൂട്ട് നിങ്ങൾ നാളത്തെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ അതാണ് നിങ്ങളുടെ ഡേ 4 ടാസ്ക്. അതോടൊപ്പം തന്നെ എന്തായാലും നിങ്ങൾ ഒരു 8 ഗ്ലാസ് വാട്ടർ, മിനിമം 8 ഗ്ലാസ് വാട്ടർ ഫിനിഷ് ചെയ്യണം. അതുപോലെ തന്നെ മിനിമം 3000 സ്റ്റെപ്സ് കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾ നാളെ ചെയ്യാനുള്ള വർക്ക്ഔട്ടിന്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1200 കലോറി മീൽ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു മീൽ പ്ലാനിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു 2 സെർവിങ്സ് ഫ്രൂട്ടും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ വളരെ സിമ്പിൾ ടാസ്ക് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ്. അപ്പൊ നാളെ എല്ലാവരും അത് ഫിനിഷ് ചെയ്തതിനു ശേഷം ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എല്ലാവരും തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ആക്റ്റീവായിട്ട് തന്നെ ഈ ഒരു ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഡേ 5 ടാസ്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.